ആദ്യമേ തന്നെ കഴിഞ്ഞ 8 മാസത്തിന് ശേഷം കുറച്ച് ആളുകൾക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. അതിനെ സ്വാഗതമാണ്. കാരണം ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ രക്ഷപ്പെട്ടു പോയിട്ടുള്ള കുറെ ആളുകൾ, അവർ നിസ്സഹായരായി കഴിയുന്ന ഒരു സാഹചര്യം അത് നേരിട്ട് കാണുന്ന ആളുകളാണ് നാം എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും വേഗം, ഇനി എത്ര കുറഞ്ഞ ആളുകൾക്കാണെങ്കിലും എത്രയും വേഗം അവർക്ക് വീട് കിട്ടുമല്ലോ എന്ന് ഒരു സൂചനയെങ്കിലും നൽകുന്നത് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു സംശയവുമില്ല. പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലാകാത്തത്, ഈ പുനരധിവാസം എന്ന് പറയുന്നത് വെറും ഒരു തറക്കല്ലിലേക്ക് മാത്രം ഒതുങ്ങാൻ വേണ്ടി പോവുകയാണോ എന്ന് എനിക്ക് മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും, അതിൽ ജിതിനൊഴികെ ബാക്കി എല്ലാവർക്കും ആ ആശങ്ക ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭൂമി പോലും മര്യാദയ്ക്ക് ഏറ്റെടുത്ത് സർക്കാരിന്റെ കയ്യിലേക്ക് പൂർണ്ണമായി കിട്ടിയതിനു ശേഷമാണ് നിർബന്ധമായിട്ടും അവിടെ മറ്റ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. ഇത് ഇന്നലെ പോലും ആ വിഷയത്തിൽ ഇടപെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോടതി നിവൃത്തികേട് കൊണ്ട് പറഞ്ഞു അവിടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ ഭൂമി ഉടമകൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മറ്റന്നാൾ മുഖ്യമന്ത്രിക്ക് തറക്കല്ലിടണമെങ്കിൽ പോലും ഒരു ചെറിയ സ്ഥലമെങ്കിലും അനുവദിച്ചതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അതല്ലേ യാഥാർത്ഥ്യം? അപ്പൊ ഈ കഴിഞ്ഞ 7-8 മാസക്കാലം എന്തെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. തർക്കങ്ങളിലേക്കും കോടതിയിലേക്കും മറ്റു വ്യവഹാരങ്ങളിലേക്കും ഒക്കെ പോകേണ്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനെ എന്നും കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ അതിലേക്ക് കൃത്യമായിട്ട് മറുപടി പറയാം. ഇവിടെ ഇപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ ഈ മാർച്ച് മാസത്തിന്റെ തൊട്ട് മുൻപായിട്ട് എന്തിനു വേണ്ടിയാണ് തറക്കല്ലിടുന്നത്? നേരത്തെ സൂചിപ്പിച്ച ചോദ്യം ഇതും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കൂ. എല്ലാ സംവിധാനങ്ങളും തങ്ങളുടെ കൈവശം ആയതിനു ശേഷമല്ലേ തറക്കല്ലിടേണ്ടത്? പക്ഷെ എന്തിനാണ് എടിപിടി എന്ന് പറഞ്ഞിട്ട് തറക്കല്ലിടുന്നത്? ഇത് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ആരെയെങ്കിലും വീണ്ടും കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതാണ് സംശയം. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 529 കോടി രൂപ ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ 529 കോടിയിലെ ആദ്യത്തെ പദ്ധതി, ആ 529 കോടിയിൽ അനുവദിച്ചിട്ടുള്ള ആദ്യത്തെ സംഭവം അതായത് ഇതാണ്, ഞാൻ സൂചിപ്പിക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് ബിൽഡിംഗ് ഇൻ റീഹാബിലിറ്റേഷൻ ടൗൺഷിപ്പ് അറ്റ് നെടുമ്പാല ആൻഡ് എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നാണ് ഫസ്റ്റില്. അതിൽ 111 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ ദിവസം തന്നെ അതിലെ മാനദണ്ഡം, ഒന്നാമത്തെ മാനദണ്ഡം ഈ കഴിഞ്ഞ 31 മുമ്പ് തീർക്കണം എന്നുള്ളത് മാനദണ്ഡം ഡിസംബർ മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോ തറക്കല്ലിട്ടു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പണി തുടങ്ങി എന്നുള്ള ആ ഒരു വ്യാജ സാധനം ഉണ്ടാക്കി ഇത് എല്ലാവരെയും ഒരേപോലെ പറ്റിക്കാനാണോ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ ഇത് അതിനേക്കുള്ള സാധ്യതകളായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരിക്കലും പുനരധിവാസത്തിനെയോ സംസ്ഥാന സർക്കാർ പുനരധിവാസത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചോ ഞാൻ ഇകഴ്ത്തി കാണിക്കുന്നില്ല. പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ച് നമുക്ക് അങ്ങനെ കരുതേണ്ടി വരുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ പണത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ മേഖലയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി പണത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നത്? ഈ അവസാനം കൊടുത്തിട്ടുള്ള 529 കോടി, ഇപ്പോ കോൺഗ്രസിന്റെ ബഹുമാന്യനായിട്ടുള്ള ആള് വിനോദ് സെൻ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ കുറച്ചും കൂടി വസ്തുത പഠിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 2 കാര്യങ്ങൾ അദ്ദേഹത്തോട് തിരുത്തിത്തരാം. ഒന്ന്, നിങ്ങൾ അവിടെ ദുരന്ത മേഖലയിൽ അവശേഷിക്കുന്ന അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം പറഞ്ഞ തെറ്റാണ്. നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് വരുമ്പോഴെങ്കിലും അത് കൃത്യമായിട്ടൊന്ന് പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടിയിട്ടാണ് അവിടെ 300 രൂപ നിശ്ചയിച്ചത് എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് പങ്കെടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. BJP സംബന്ധിച്ച് അവിടെ ഒരു സർവകക്ഷി യോഗം ഇന്ന് വരെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ഇനി ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒഴിച്ച് വിനോദ് സെന്റെ പാർട്ടിയെ മാത്രം വിളിച്ചു ചേർത്തിട്ടാണോ 300 രൂപ നിശ്ചയിച്ചത് എനിക്കറിയില്ല. ഒരു കാരണവശാലും 300 രൂപ എന്നുള്ളത് തന്നെ അപര്യാപ്തമാണ്. ഇഷ്ടംപോലെ പണം ഈ മേഖലയ്ക്ക് ഉപയോഗിക്കാനുള്ള പണം സംസ്ഥാന സർക്കാരിന്റെ കൈവശിരിക്കുമ്പോൾ ആരാണ് 300 രൂപ നിശ്ചയിച്ചത് എന്ന്
നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. ഇനി 300 രൂപ വിനോദ് ചന്ദ് പറഞ്ഞ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയാണ്. ഈ 300 രൂപ 3 മാസം കൊടുത്താൽ മതിയോ? അതിനുശേഷമുള്ള കാര്യങ്ങൾ ആര് ചെയ്യും? അവരുടെ വിദ്യാഭ്യാസം, ആ കുട്ടികൾക്ക് അവിടെ നിന്ന് പോകുന്ന കുട്ടികൾക്ക്, ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികളുടെ പഠന ചെലവ്, നിത്യനിദാന ചെലവ്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള പ്രയാസങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പ്രയാസങ്ങളുണ്ട്. ഈ 300 രൂപ കൊണ്ട് ഇതെല്ലാം മുന്നോട്ട് പോകുമെന്നുള്ളതാണോ കരുതുന്നത്? അപ്പൊ പണത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കേന്ദ്ര സർക്കാർ പണം കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ ഈ പുനരധിവാസത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ, അതിനെ ഗണ്ണിക്കാൻ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ ആ ബോധ്യപ്പെടുന്ന കാര്യത്തിന് കൃത്യമായിട്ട് മറുപടിയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതല്ല, തങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവൻ തീർന്നിട്ടുണ്ട് എങ്കിൽ അത് എന്നിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി പറയാനുള്ളത്. ശരി.